നമസ്കാരം. ചേട്ടാ പേരെന്ന് പറഞ്ഞ്? ബാബു. ബാബു. ഇവിടെ കരുനാപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. അന്നേരം സുഹൃത്തുക്കളെ താണ്ട് കുറച്ച് കൂടുതൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വലിയ മരം, അതിനകത്ത് തന്നെ 3 ശിഖരത്തിൽ നമുക്ക് 9ഓളം കമ്പ് വെച്ച് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ 9ഓളം വെറൈറ്റികളാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത്. അതേപോലെ ഒന്നും ദേഹത്ത് വീണിൽ എന്തായാലും രക്ഷപ്പെട്ട് ക്യാമറമാനെ കുറച്ചും കൂടെ നീക്കി നിരുന്നത് നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ പണി കിട്ടിയാണേ. അന്നേരം സുഹൃത്തുക്കളെ താണ്ട് നമ്മൾ മാവ് മാത്രമല്ല കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ കൊടംപുളിയാണ്. കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതിന് താണ്ട് കൊടംപുളി മരം ഏതാണ്ട് 8-10 കൊല്ലം. ഇത് നമ്മൾ ചേട്ടനടുത്ത് ചോദിക്കാം. ചേട്ടോ ഇവിടെ കരുനാപ്പള്ളി ആദിനാട് എല്ലാം നമ്മുടെ സ്ഥലമാണ്. കരുനാപ്പള്ളി ആദിനാട് എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. അന്നേരം താണ്ട് നമ്മളിപ്പോൾ ഇവിടെ വന്നതാണ്. എത്ര കൊല്ലം പഴക്കമുള്ള കുടംപുളി അത്? ഇതിൽ 6-7 വർഷമായി. കായ്ക്കുന്നുണ്ടോ? ഇല്ല. ആണാണ് എന്നാണ് തോന്നുന്നത് അല്ലേ? എന്തായാലും ഇതിനകത്ത് കായ്ച്ചോണ്ടിരിക്കുന്ന മണ്ട ചേട്ടന്റെ വീട്ടിൽ തന്നെ വലിയ കുടംപുളി കായ്ക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ വീട്ടിൽ നിന്നും 2-3 വെറൈറ്റിയുടെ കമ്പ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കുടംപുളിയുടെ തന്നെ 3-4 വെറൈറ്റി നമ്മൾ ഒരെണ്ണത്തിനകത്ത് വെക്കാൻ വേണ്ടി പോവാ. ഹാപ്പിയാണോ? ഹാപ്പി. സന്തോഷം. നമ്മളിവിടെ മറ്റേ ഇതിന്റെ പേരെന്തായിരുന്നു? ഇതിന്റെ നമ്മളെ ജിമ്മിന്റെ പേര് HDX. ബിൽഡിങ്ങിന്റെ പേര് പാപ്പാസ് ടവർ കേട്ടാ. ഓണറാണ്. ചേട്ടന്റെ പേരൊന്നുകൂടെ ഒന്ന് പറഞ്ഞ്. ബാബു ചേട്ടൻ. ബാബു ചേട്ടൻ ഇന്നലെ വിളിച്ചു, ഇന്ന് വന്നു അല്ലേ ചേട്ടാ? ഹാപ്പിയാണേ? സന്തോഷമാണേ? 100%. അടിപൊളി. അന്നേരം നമുക്ക് ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതിനെ വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ. അന്നേരം താണ്ട് നമ്മൾ 4 സെറ്റ് ചെയ്താണ്ട് കൊടുത്ത് 3 പക്ഷേ 4 ഇത് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വന്നു. അന്നേരം താണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സൈൺ വെച്ചിട്ടുണ്ട്. അതേപോലെ മരം താണ്ട് വലിയ മരമായിരുന്നു കേട്ടോ. അതിന് 2 വലിയ മരവും അതേപോലെ തന്നെ ഒരു കുടംപുളിയും ഗ്രാഫ്റ്റ് ചെയ്ത് കുടംപുളി താണ്ട് ഇത്രയും സൈസിലുള്ള കുടംപുളിയായിരുന്നു കേട്ടോ. കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്ന് മുറ്റി വരണ്ട് നിന്നതായിരുന്നു കേട്ടോ. അന്നേരം അവനെ മൊത്തം താണ്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ക്രോപ്പ് ചെയ്തതിന് ശേഷമായിട്ട് ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷമായിട്ട് അതിനകത്താണ് മേളിലുള്ള 3, 2, 5, 2, 7 ശിഖരങ്ങളിൽ നമ്മൾ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം 2-3 വെറൈറ്റി വീട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ചേട്ടൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് പ്ലാന്റുകൾ വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് വലിയ മുഴുത്ത കുടംപുളിയുടെ കുറച്ച് കമ്പും കൂടെ എടുത്തിട്ടാണ് നമ്മളിപ്പം സെറ്റ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അതിന് ശേഷമായിട്ട് നല്ല സാഫൊക്കെ അടിച്ച് സെറ്റാക്കി നിർത്തിയതിന് ശേഷം തന്നെ നല്ല വൃത്തിയാവണ്ണം വരിഞ്ഞ് മുറുക്കി കിട്ടിയിട്ടുണ്ട്. അതിനകത്താണ് അടുത്ത മരം മുറിക്കുന്നതാണ്. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ അങ്ങ് ചെയ്തേക്കാൻ പറഞ്ഞു. അന്നേരം താണ്ട് ആ പ്ലാന്റ് കൂടെ കായ്ക്കാതെ നിന്ന പ്ലാന്റിനെ താണ്ട് ഇതേപോലെ നോക്കി നല്ല അടിപൊളി ഫിനിഷിങ് നമ്മൾ അന്തുപോയി അങ്ങ് കട്ട് ചെയ്ത് എന്നിട്ട് താണ്ട് ഇതേപോലെ താണ്ട് ഷംനാഥ് താണ്ട് അടിപൊളി. വീണ്ടും താണ്ട് ജിമ്മ് ഷംനാഥ് അയൽക്കാരൻ താണ്ട് വീണ്ടും താണ്ട് കൊച്ചു മരങ്ങൾ ശീലങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ താണ്ട് ഇതേപോലെ താണ്ട് ആ ചിരി നോക്കി നല്ല പുതിയ പ്ലാന്റുകൾ സർജറി ഡോക്ടർ അതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അന്നേരം താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ താണ്ട് അതിനകത്തും കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കുടംപുളി താണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത കുടംപുളി സെറ്റ് ചെയ്യുകയാണെ സ്റ്റോൺ ഗ്രാഫ്റ്റ് മെത്തേഡാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തത്. അന്നേരം അതേപോലെ തന്നെ നമുക്കും വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ദൂരേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ വന്ന് ചെയ്യാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. 7 നേഴ്സറികളുണ്ട്. അന്നേരം ആർക്കെങ്കിലും അതേപോലെ എന്താ പറയുക നമ്മളൊരു സുഹൃത്തിൻ്റെ നമ്പറിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നിരിക്കും. ഓക്കെ. അന്നേരം താണ്ടെ ഇത്രയും പോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് കുടംപുളി കായ്ക്കാതെ വർഷങ്ങളായിട്ട് നിന്നിട്ട് ഒരുപാട് വലിയ മരങ്ങളൊക്കെ ആക്കി കട്ട് ചെയ്ത് തരേണ്ടി വരും. ഓരോ മരങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ചങ്ക പൊടിഞ്ഞു പോകും കേട്ടോ. അത്രയും സൈസിലുള്ള വലിയ മരങ്ങളൊക്കെ കായ്ക്കാതെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ വിഷമമാണ്. എന്നാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ 5-6 വെറൈറ്റിയൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ പിടിച്ച് കഴിയുമ്പം റിസൾട്ടൊക്കെ ഒരുപാട് നമ്മളെ പേജിലിട്ടിട്ടുണ്ട്. അന്നേരം അതാണ്ടേ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത വർക്കാണ്. എന്താണ്ട് കുടംപുളി കായ്ക്കാതെ നിൽക്കുന്ന കുടംപുളി ആയിരുന്നു. അതിനകത്ത് കായ്ച്ച് നിന്നതിൻ്റെ മണ്ട എടുത്തുകൊണ്ടുവന്ന് നമ്മൾ താണ്ടെ ഇപ്പം പ്ലാന്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിന് ശേഷം അടുത്ത പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതൊരു ഇച്ചിരി വലിയ പ്ലാന്റ് തന്നെ ആയിരുന്നു. അന്നേരം ഇന്നത്തെ ദിവസം ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം ഏകദേശം കായംകുളം സൈഡിലായിരുന്നു കേട്ടോ. കായംകുളം സൈഡിലാണ് നമ്മളിപ്പോൾ ഇത് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം താണ്ട് ഇതേപോലെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലോട്ട് അങ്ങ് പോവാം. ഓക്കെ. അന്നേരം താണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടിങ്ങ് വായോ താണ്ട് അടിപൊളിയായിട്ട് താണ്ട് നമ്മളിവിടെ ഇതേപോലെ സഹായിച്ചു കൊടുക്കുന്നതാണ്. താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് അടുത്തടുത്ത കമ്പുകളിൽ വെക്കുവാണ്. അന്നേരം 7 കമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് അതിന് താഴോട്ടുള്ള ഒരു സാധനവും ഇനി കിളിക്കാനായിട്ട് എടുത്ത് അത് നേരത്തെ ചെയ്തിട്ടുള്ള ആളുകളുടെയും കൂടെ ഇത് പറയുവാണ്. താഴെ നിന്ന് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് താഴെ നിന്നൊക്കെ ശിഖരങ്ങൾ പൊട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം എടുത്ത് ശിഖരങ്ങൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടുന്നതൊക്കെ അവിടെ വെച്ച് തന്നെ താഴെ വെച്ച് കട്ട് ചെയ്ത് കളയേണ്ടത് അനിവാര്യം തന്നെയാണ് കേട്ടോ. അന്നേരം അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അന്നേരം എങ്ങനെ ഇത് കൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർക്കിലേക്ക്
ഉള്ള വീഡിയോ വരുന്നുണ്ട്. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തു. ഓക്കെ, അന്നേരം താണ്ടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായല്ലോ. അന്നേരം താണ്ടെ ഇനി നമുക്ക് കായ്ക്കുന്നില്ലേ എന്നുള്ളൊരു പരാതി ആരും പറയരുത്. അന്നേരം താണ്ടത് 1, 2, 3, 4, 5, 6, 7 കണ്ടു കഴിഞ്ഞാൽ ഇല്ല തൃശ്ശൂലും കണക്കൊക്കെ ഇരിക്കും, പക്ഷേ കാണാൻ അല്ല, നമുക്കതിന് പ്രയോജനം ഉണ്ടാവണം അല്ലേ. അന്നേരം താണ്ടെ ഫുള്ള് താഴോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ താണ്ടെ അടുത്തതെന്ന് പറഞ്ഞാൽ താണ്ടെ അടുത്ത ആ മരമാണെന്നേ, അതിനെ 3 കട്ട് ചെയ്ത് 3 പ്ലാന്റിനകത്തും 3 ശീലത്തിനകത്തും കൂടെ ഏകദേശം ഒരു 12 സയോൺ വെച്ച് കൊടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അന്നേരം ഇതേയുള്ള നല്ല നല്ല വീഡിയോകൾ ഇനിയും കാണാനായിട്ട് മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്